ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ഇൻസ്റ്റന്റ് റെസിപ്പി ആണെന്നെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ. ഇനി ആ വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് പച്ചരി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരി അതായത് ചോറ്, വേവിച്ച ചോറ് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാമേ. അതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ തിരികിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ഏലക്കയാണെങ്കിൽ ഒരു 3 ഏലക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പച്ചരി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മൾ റേഷൻ പച്ചരി ആണെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഒരു ബൗളിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഒഴിച്ചതിന് ശേഷം അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് കലക്കി ഒഴിക്കാമേ. കലക്കി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗൾ വെച്ച് അതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം അങ്ങ് ശർക്കര പാനി റെഡിയാക്കി എടുക്കാമേ. അപ്പൊ ശർക്കര പാനി റെഡിയായ ശർക്കര പാനി ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മിക്സിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ചൂടോട് കൂടിയ തന്നെ ആകുമ്പോൾ പച്ചരിയൊക്കെ ഒന്ന് പകുതിയൊക്കെ ഒന്ന് വെന്ത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ശർക്കര പാനി ചൂടോട് കൂടി തന്നെ ഒഴിച്ച് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു നുള്ള് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും അത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കേ. അപ്പൊ ഇനി അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കുറച്ച് തേങ്ങ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിന്റെ പുറത്തോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് വേണ്ടിയാണേ. അപ്പൊ അത് ഞാൻ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നമ്മൾ അപ്പം തയ്യാറാക്കുന്ന ഒരു പാത്രം വയ്ക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ദോശ പാൻ ആണെങ്കിലും വയ്ക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒരു തവി നമുക്ക് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ 2-3 കഷ്ണങ്ങൾ ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് അതിന്റെ പുറത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിങ്ങനെ. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടച്ചു വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് മറിച്ചൊന്ന് വിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ തവണയും നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് മാവ് ഓരോ തവണ എടുക്കുമ്പോഴും നല്ലോണം ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ 1-2 കഷ്ണം അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാമേ. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മസ്റ്റ് ആയിട്ടും നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. വൈകുന്നേരങ്ങളിലൊക്കെ നല്ലൊരു ചായക്കടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ചൂടോടുകൂടി തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പം ഇത് കണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റും ആണ്, കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ്. കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ടും അറിയിക്കണം കേട്ടോ. അപ്പം മുൻപോട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുമ്പോൾ താങ്ക് യു.